ആസിഫ് അവിടെ നിന്ന് ചേരുന്നു. ആസിഫ്, ഒന്നുകൂടെ വൈകി വാർത്ത അറിഞ്ഞു തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടൊന്ന് വിശദീകരിക്കാമോ? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എപ്പോൾ പോലീസ് എത്തി? എന്താണ് അവർ കണ്ടെത്തിയത്? ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ എന്താണ്? സനീഷ, തീർച്ചയായും ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ പെരിയാർ എന്ന് പറയുന്ന എനിക്ക് പിന്നിലുള്ള ഹോസ്റ്റലിൽ പോലീസിൻ്റെ റെയ്ഡ് നടക്കുന്നത്. 2 വണ്ടി നിറയെ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിലെത്തിയിരുന്നു. പിന്നീട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ഇവിടെ കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം 2 ഇടങ്ങളിലായി പോലീസ് കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു. ഒന്ന് പെരിയാർ മെൻസ് ഹോസ്റ്റലിലെ G11 എന്ന് പറയുന്ന റൂമിൽ നിന്നാണ്. അവിടെ ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ആ സമയത്ത് ആ റൂമിലുണ്ടായിരുന്നത്. ആ റൂമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയുള്ള കഞ്ചാവ് കണ്ടെടുത്തത്. 1 കിലോ 909 ഗ്രാം കഞ്ചാവ് പിടികൂടി. അതിനുശേഷം പെരിയാർ മെൻസ് ഹോസ്റ്റലിലെ തന്നെ F33 എന്ന് പറയുന്ന റൂമിൽ, അത് ആദിത്യൻ, അഭിരാജ് എന്നീ വിദ്യാർത്ഥികളുടെ റൂമാണ്. ആ റൂമിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിൽ, അതായത് ജാമ്യം ലഭിക്കാവുന്ന അളവിലുള്ള 9.70 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ഈ റൂമിൽ താമസിക്കുന്ന അഭിരാജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്, SFI പ്രവർത്തകനാണ്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അഭിരാജ് ഇന്ന് ഇവിടെ യൂണിറ്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൊടിതോരണങ്ങളും മറ്റും കിട്ടുന്ന തിരക്കിലായിരുന്നു. ആ സമയത്താണ് പോലീസിൻ്റെ വാഹനം വരുന്നത് കാണുകയും അഭിരാജ് ഈ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിരാജ് നമ്മളെ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അഭിരാജ് പറയുന്ന കാര്യം, ഈ പോലീസ് ഈ ഹോസ്റ്റലിൽ എത്തിയ സമയത്ത് പോലീസിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് താഴത്തെ റൂമിൽ നിന്ന് ഇത്ര വലിയ ക്വാണ്ടിറ്റിയുള്ള കഞ്ചാവ് കണ്ടെടുത്തത്. താൻ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസ് വളരെ മോശമായി തന്നോട് പെരുമാറിയെന്നാണ് അഭിരാജ് പറയുന്നത്. അതിനുശേഷം നിന്നെ കണ്ടാൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് അല്ല എന്ന് പറയില്ലല്ലോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞുവെന്ന് അഭിരാജ് പറയുന്നു. അതിനുശേഷമാണ് അഭിരാജിൻ്റെ റൂമിലേക്ക് അഭിരാജിനെ കൂട്ടിക്കൊണ്ടു പോയത്. മുകളിലുള്ള റൂമിലാണ് അഭിരാജ് താമസിക്കുന്നത്. ആ റൂമിലെത്തിയ സമയത്ത് റൂം മുഴുവൻ പരിശോധന നടത്തി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മുഴുവൻ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് ഈ റൂമിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാണ് ഒരു ചെറിയ കഞ്ചാവിൻ്റെ പൊതി പോലീസ് പുറത്തേക്ക് എടുക്കുന്നത്. അത് നീ ഉപയോഗിക്കുന്നതല്ലേ എന്ന് ചോദിച്ച് തന്നോട് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു എന്നാണ് അഭിരാജ് പറയുന്നത്. മാത്രമല്ല, അഭിരാജ് എൻ്റെ പോക്കറ്റിൽ നിന്നോ അഭിരാജിൻ്റെ ബാഗിൽ നിന്നോ അഭിരാജിൻ്റെ ഷെൽഫിൽ നിന്നോ കഞ്ചാവ് കണ്ടെടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അഭിരാജ് പറയുന്നത്. അഭിരാജും ആദിത്യനുമാണ് ആ റൂമിൽ താമസിക്കുന്ന ആളുകളും. ഈ പോലീസിന്റെ ഒരു വേർഷൻ എന്താ? പോലീസ് എന്താ പറയുന്നത്? പോലീസ് ഈ ഒരു രഹസ്യ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അവിടെ പരിശോധന നടത്താനായിട്ട് വന്നത്. പോലീസ് വന്ന ഉടനെ നേരിട്ട് ഈ 2 മുറികളിലേക്ക് കയറി പോവുകയായിരുന്നോ? എന്ന് വെച്ചാൽ ഈ മുറികൾക്കകത്താണ് കഞ്ചാവ് ഉള്ളത് എന്ന ഇൻഫർമേഷൻ ആയിരുന്നോ പോലീസിന് ലഭിച്ചിരുന്നത്? പോലീസ് മാധ്യമങ്ങളോട് പറയുന്ന കാര്യം എന്താണ്? സനീഷ്, അതായത് പോലീസ് നേരിട്ട് ഈ 2 മുറികളിലേക്ക് കയറി പോവുകയല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ വലിയ ക്വാണ്ടിറ്റിയുള്ള കഞ്ചാവ് കണ്ടെടുത്ത ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ റൂമുണ്ടല്ലോ, ആ റൂമിലാണ്, ആ താഴത്തെ നിലയിലാണ് ആദ്യം പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ആകാശിൻ്റെ റൂമിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നത്. പക്ഷേ ആ റൂമിൽ ആകാശ് മാത്രമല്ല, മറ്റ് വിദ്യാർത്ഥിയുമുണ്ട്. ആ വിദ്യാർത്ഥി ഇന്ന് ഇവിടെ നിന്ന് പിന്നീട് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളൊക്കെ സ്വാഭാവികമായും SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നമുക്കതിൻ്റെ നിജസ്ഥിതി അറിയില്ല. കാരണം ഈ ക്യാമ്പസിൽ നിന്ന് 2-3 വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു സെർച്ച് നടക്കുന്ന സമയത്തുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ താഴത്തെ നിലയിൽ സെർച്ച് നടന്നതിന് ശേഷമാണ് ഈ അഭിരാജ് അടക്കമുള്ള താമസിക്കുന്ന റൂമിലേക്ക് പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ പോലീസ് നടപടിയെ അഭിരാജ് ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ പോലീസിനോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് താൻ ഈ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ അഭിരാജിനോട് മോശമായി പെരുമാറിയെന്നാണ് അഭിരാജ് പറയുന്നത്. നീ യൂണിയൻ്റെ ആളാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ്, നീ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് അഭിരാജ് പറയുന്നുണ്ട്. നിന്നെ കണ്ടാൽ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ് എന്ന് അറിയാമല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ. അതിനുശേഷമാണ് നിന്റെ മുറി എവിടെയാണ് എന്ന് ചോദിച്ച് മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ അഭിരാജിനെയും കൂട്ടി മുകളിലേക്ക് പോകുന്നത്. ആ സമയത്ത് റൂമിലെത്തിയ സമയത്തും പോലീസ് ഓൾറെഡി ആ മുറിയിൽ ഉണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിൽ പരിശോധന നടന്ന സാഹചര്യമായിരുന്നു. പിന്നീടാണ് ഈ റൂമിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ഈ കഞ്ചാവ് പൊതി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കുറച്ച് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ആസിഫ് പറഞ്ഞതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൂടെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതായത് പോലീസ് എങ്ങനെ കോളേജ് ഹോസ്റ്റലിലേക്ക് വന്നു, കോളേജ് ഹോസ്റ്റലിൽ പരിശോധന നടത്തുക എന്നത് കോളേജ് അധികൃതരുടെ അനുവാദത്തോടെയല്ലേ പാടുള്ളൂ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
അല്ലെങ്കിൽ രഹസ്യ ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ അവിടേക്ക് പരിശോധന നടത്തിയത്? അങ്ങനെയാണെങ്കിൽ ആ ഇൻഫർമേഷനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന പോലീസിൻ്റെ ഒരു വേർഷൻ നമുക്ക് ലഭ്യമാകേണ്ടത്. സാധാരണ ഇതിൽ ഇത്തരം ഘട്ടങ്ങളിൽ പോലീസ് അവർക്ക് പറയാനുള്ളത് കൂടെ മാധ്യമങ്ങളോട് പറയാറുണ്ട്. അത് ആ വിവരങ്ങൾ കൂടെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ അതീവ ഗൗരവതരമായിട്ടുള്ള സംഗതിയാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്ര വ്യാപകമായിട്ട് മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും ഒക്കെ സംസ്ഥാനത്ത് നടക്കുന്നു. അതിൽ തന്നെ രാസലഹരി ഉപയോഗിച്ചിട്ട് ആളുകൾ മനുഷ്യർ തന്നെ അല്ലാതായി മാറിയിട്ട് മനുഷ്യത്വമാകെ തന്നെയും വിട്ടിട്ട് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആളുകളെ തന്നെയും കൊന്നുകളെയും മറ്റോ ചെയ്യുമ്പോൾ ഒരു കോളേജ് ക്യാമ്പസിനകത്ത് ഉത്തരവാദപ്പെട്ടത് എന്ന് കോളേജ് സംവിധാനങ്ങൾ വിന്യസിച്ച് വെച്ചിട്ടുള്ള ഈ കോളേജ് യൂണിയൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെയൊക്കെ മുറിയിൽ വെച്ച് കഞ്ചാവ് ഒക്കെ കിട്ടുക എന്നതൊക്കെ പറഞ്ഞാൽ അതീവ ഗൗരവതരമായ സംഭവമാണ്. നിശ്ചയമായിട്ടും അതിൻ്റെ അതേസമയം തന്നെ പക്ഷേ ആ കുട്ടികൾ വന്നിട്ട് പറയുന്നതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനുള്ള സാഹചര്യമായിട്ടുമില്ല. നമുക്ക് സത്യാവസ്ഥ അറിയേണ്ടതുണ്ട്. അവർ പറയുന്നത് അവരല്ല, മറ്റുള്ള ആളുകളാണ് എന്നാണ്. എന്താണത് നടന്നത്, ആരാണ് ഉപയോഗിച്ചത്, പോലീസ് എന്താണ് പറയുന്നത് എന്ന കാര്യം കൂടെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പോലീസിൻ്റെ വിവരങ്ങൾ കൂടെ നമുക്ക് ലഭ്യമാകണം. കാരണം പോലീസാണ് അതിനകത്ത് ഇൻഫർമേഷൻ കൃത്യമായിട്ട് നൽകേണ്ടത്. പോലീസിനെ സംശയിക്കാവുന്ന നിലയൊന്നുമില്ല. അതേസമയം ഈ കഞ്ചാവ് പിടിച്ച മുറികളിലുള്ള ആളുകൾ വന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും ഈ ഘട്ടത്തിൽ സാധ്യമല്ല. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക് ഇപ്പോൾ